ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയും നമ്മുടെ രോഗവും വേദനയും വിഷമങ്ങളും എല്ലാം ഏറ്റെടുക്കാനായി നമ്മുടെ മധ്യേ അവിടുന്ന് സന്നിഹിതനായിരിക്കുന്നു. നാളത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭയം, അരക്ഷിതാവസ്ഥ, മക്കളെക്കുറിച്ചുള്ള വേദന, ദുഃഖം ഇവയെല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മെ അലട്ടുന്ന ശത്രു ഭീഷണികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുക. കർത്താവ് നമ്മുടെ ബലവും നമ്മുടെ കോട്ടയുമാണ്. അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ശത്രുക്കളുടെ ദുരിതം ഉണ്ടാവുകയില്ല. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ശക്തി ആർജിക്കുക. ശത്രു നിങ്ങളുടെ മുൻപിൽ പരാജയപ്പെട്ടു പോകും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ ആയിരിക്കാം ശത്രുക്കളായി പ്രവർത്തിക്കുന്നത്. എങ്കിൽ പോലും കർത്താവിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിച്ചാൽ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് ശക്തി സ്വീകരിക്കുമ്പോൾ ശത്രുക്കൾ പോലും നിങ്ങൾക്ക് സ്നേഹിതരെ പോലെയായി മാറാൻ കർത്താവ് ഇടവരുത്തും. ഇന്ന് രാത്രിയിൽ നമ്മെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടുന്ന് നമ്മെ ശ്രവിക്കുന്നു, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. എല്ലാം മറന്ന് ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാം. നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 59, 9, 10 വാക്യങ്ങൾ. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും. എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ശക്തിപ്രാഭവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ബലമാണ്, അങ്ങ് ഞങ്ങളുടെ കോട്ടയാണ്. ഞങ്ങളുടെ ബലഹീനതയിൽ ശക്തി പകർന്നു തരാൻ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവമേ, നീ മഹോന്നതനായ ദൈവമാണ്. ബലമില്ലാത്തവരുടെ ബലമാണ് അങ്ങ്. ആരൊക്കെ ഞങ്ങൾക്കെതിരെ കോട്ട കെട്ടിയാലും, ആരൊക്കെ ഞങ്ങൾക്കെതിരെ കൂട്ടം കൂടി ഞങ്ങളെ ഉപദ്രവിക്കാൻ ആലോചിച്ചാലും, എൻ്റെ കർത്താവേ, നിന്റെ സന്നിധിയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ നീയാണ് മഹോന്നതനായ ദൈവം, നീയാണ് ശക്തനായ ദൈവം, സകല സൃഷ്ടികളുടെയും സൃഷ്ടാവായ ദൈവമേ. അങ്ങേ സന്നിധിയിൽ ഞങ്ങളുടെ ബലഹീനതകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ പാപത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ബലഹീനരുടെ ബലമായ കർത്താവായ യേശുവേ, ശക്തിയറ്റവരുടെ ശക്തിയായ ദൈവമേ, ഇന്നീ രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുമക്കളെ ഓരോരുത്തരെയായി നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ, വിഷമങ്ങൾ കൂടാതെ ഉറങ്ങാൻ, വേദന കൂടാതെ ഉറങ്ങാൻ ഈ മക്കൾക്ക് നീ ശക്തി പകർന്നു കൊടുക്കണമേ. കർത്താവേ, മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളുടെ മേൽ കരുണ തോന്നണമേ. ഇന്ന് നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധ ദുരിതാവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പരസ്പരം സ്നേഹമില്ലാത്ത, പരസ്പരം ശത്രുതാ മനോഭാവത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് നേരെ ഇന്ന് നിന്റെ സമാധാനം അയച്ച് അവരെ രമ്യതപ്പെടുത്തണമേ. സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ, അങ്ങ് ഇന്ന് തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ രാജാവായി വാണ് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിലനിർത്തണമേ. ഞങ്ങളുടെ പരസ്പര ബന്ധങ്ങളിൽ നീ സമാധാനം സ്ഥാപിക്കണമേ. ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ നീ സമാധാനം സ്ഥാപിക്കണമേ.
ഞങ്ങളെ അലട്ടുന്ന സകല ഭയവും മാറാൻ ദൈവമേ, നിന്റെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ബലമാണ്. ഞങ്ങളുടെ ബലഹീനതയിൽ നീ ശക്തി പകർന്നു തരണമേ. ഞങ്ങളുടെ കുറവുകളിൽ, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ, നാളെയെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥയിൽ കർത്താവേ, നീ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനാൽ ഭയം നീക്കി സുഖമായി ഈ രാത്രിയിൽ ഉറങ്ങാൻ, ദൈവസന്നിധിയിലാണ് ഞങ്ങളിന്ന് ബോധ്യത്തോടെ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നിൽ നിന്നും ശക്തി പുറപ്പെട്ട് അനേകം രോഗികളെ നീ സുഖപ്പെടുത്തി. അസാധ്യമെന്ന് കരുതിയ രോഗങ്ങൾ പോലും കർത്താവേ നീ സുഖപ്പെടുത്തി. വൈദ്യ ചികിത്സ കൈവിട്ട രോഗങ്ങൾ, ചികിത്സ ഇല്ലാത്ത രോഗങ്ങൾ, ഇവയെല്ലാം നീ സുഖപ്പെടുത്തി. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. കർത്താവേ, പാപിനിയായ സ്ത്രീയോട് കരുണ കാണിച്ച ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരോടും കരുണ കാണിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത്, ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തി ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ. ഈ രാത്രിയിൽ കർത്താവേ, പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് നീ സുരക്ഷിതത്വം നൽകുന്നവനാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവനെ നീ സംരക്ഷിക്കണമേ. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ ഓരോരുത്തരെയും അവരുടെ വാഹനങ്ങളെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനു വേണ്ടി പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കൾ, പൈശാചിക ശക്തികൾക്ക് നേരെ നീ ഇടപെടണമേ. കർത്താവേ, ഞങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനാൽ ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. എന്നേക്കുമായി ഞങ്ങൾക്കെതിരെ ശത്രുത പറഞ്ഞു വരുത്തുന്നവരിൽ നിന്ന്, ഞങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നവരിൽ നിന്ന്, ഞങ്ങൾക്കെതിരെ നുണകൾ പറഞ്ഞു പരത്തുന്നവരിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായി നീ രക്ഷിക്കണമേ. നിന്റെ ശക്തിയിൽ ഞങ്ങളെ നിലനിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ, ഞങ്ങളെ പരിഹസിച്ച് തരം താഴ്ത്തിയവരുടെ മുൻപിൽ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഉയർത്തണമേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. അവരുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ. നാളത്തെ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ സഹായം നൽകി ഈ രാത്രിയിൽ ശാന്തമായി നിന്റെ സന്നിധിയിൽ ഉറങ്ങാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈശോയെ, ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം നീട്ടി ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നീ ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ്. മനസ്സിനെ വിവേചിച്ചറിയുന്ന ദൈവമേ, ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് മനസ്സിനെ വിവേചിച്ചറിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ പ്രലോഭനത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരോടും ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ ഭദ്രമായി ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ കരുതണമേ, കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാ ഭാരവും പ്രയാസവും ഭയവും നീക്കി ശാരീരിക സൗഖ്യം നൽകി മനസ്സിന് സന്തോഷം നൽകി ഹൃദയത്തിൽ സമാധാനം നൽകി നാളെയെക്കുറിച്ച് ശുഭപ്രതീക്ഷ നൽകി അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. സാധിക്കുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.